ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബട്ടർ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിതിൽ ക്രീമൊന്നും ചേർക്കുന്നില്ല. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേങ്കിൽ ബട്ടർ വേണം. പിന്നെ ഞാനിതൊരു സൂത്രപ്പണി ചെയ്യുന്നുണ്ട്. അങ്ങനെ റെഡിയാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 1 കിലോത്തിൻ്റെ അടുത്ത് ചിക്കൻ ബോണോട് കൂടിയിട്ടുള്ള എടുത്തിട്ടുണ്ട്. ബോൺലെസ് മാത്രം ഉണ്ടാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും ബോണോട് കൂടിയിട്ടുള്ള ചിക്കനിലാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇനി ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് മാറ്റം വരുത്തുക. 3/4 ടീസ്പൂൺ ഗരം മസാല, അര സ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഞാനിതിൽ 2 ടീസ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈര്. ഇനി നിങ്ങളിത് തൈര് ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഈ ചിക്കനെ ഇതിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മൾ ഫസ്റ്റ് ചിക്കനാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലും ബട്ടറിലും തന്നെയാണ് നമ്മൾ സവാളയും തക്കാളിയും ഒക്കെ വഴറ്റുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമ്മളെ ബട്ടർ ചിക്കന് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ 1 പീസ് ബട്ടറും കൂടി ചേർത്തിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പം ബട്ടറൊക്കെ കടയിൽ കിട്ടുന്നൊരു സംഭവമാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. പിന്നെ ഞാൻ ക്രീമൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് ബട്ടർ എന്തായാലും വേണം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഏത് രീതിയിലാണ് ഫ്രൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മൾ ഈ ബട്ടർ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ലാസ്റ്റാണ് സൂത്രപ്പണി ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഓയിൽ കൂടുതലാണ്. അപ്പോൾ ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് 1 പീസും കൂടി ബട്ടർ ചേർത്തിട്ട് ഇതിലാണ് നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. നമ്മളിത് അരച്ചെടുക്കുന്നത് കൊണ്ട് വലുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തത്. ചെറിയ സവാളയാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കാം. പിന്നെ ഒരു 10 അണ്ടിപ്പരിപ്പും ഒരു 10 ബദാമും എടുത്തിട്ടുണ്ട്. അപ്പോൾ ബദാം മാത്രം ഉണ്ടെങ്കിൽ അത് ഒരു 10-15 എണ്ണം ചേർത്താൽ മതി. അണ്ടിപ്പരിപ്പാണെങ്കിൽ അങ്ങനെയും. ഞാൻ അണ്ടിപ്പരിപ്പ് ഇല്ലാത്ത സമയത്ത് ബദാം വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ തക്കാളിയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വാടി വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇതിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണാണ് ജീരകപ്പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 നുള്ള് ഗരം മസാല, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണ് 1.5 സ്പൂൺ മുളക് പൊടി. ഈ ചെറിയ ജീരകം ഞാൻ പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ എല്ലാം കുറച്ച് മാത്രം ആ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ
ഇത് വഴറ്റിയതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു പീസ് ബട്ടർ ഇതിലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലത്തേക്ക് തന്നെ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഓരോരോ ഘട്ടമായി ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ മസാലയിൽ ഒരു നുള്ളി ചേർത്തത്. അപ്പോൾ ഇതിലും ചേർക്കും. അപ്പോൾ എല്ലാത്തിലും കൂടിയാകുമ്പോൾ കൂടുതൽ അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കരുത്. മുന്നിട്ട് നിന്നാൽ നമ്മളെ ബട്ടർ ചിക്കൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അരച്ച അരപ്പും പിന്നെ കുറച്ച് മിക്സി കയ്യ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ തിക്കിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊതുവേ എല്ലാവരും ഫ്രഷ് ക്രീമൊക്കെ ചേർക്കാറുണ്ട്. ഫ്രഷ് ക്രീം ചേർക്കാതെയും ബട്ടർ ചിക്കൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാത്തവർക്കും ഇത് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ആവശ്യത്തിന് ഇപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ ഒരു തിക്നെസ് മതി. ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ബട്ടർ ചിക്കൻ. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ വെക്കുക. അതിനുശേഷം ഇതിലേക്കിനി ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. എന്നിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഇനി കുറച്ച് കസൂരി മേത്തി പൊടിച്ചതും പിന്നെ കുറച്ച് ഞാനിവിടെ പുതിന ഇലയാണ് ചേർക്കുന്നത്. നിങ്ങൾ ഇതുവരെ ആരെങ്കിലും പുതിന ഇല വെച്ച് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ പുതിന ഇലയാണ് ചേർക്കുന്നത്, മല്ലി ഇലയല്ല. അതുപോലെ തന്നെ മസാല വഴറ്റുന്നതിലും ഞാൻ വിട്ടുപോയി പറയാൻ, അതിലും ഞാൻ കുറച്ച് പുതിന ഇല ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഒരു സൂത്രപ്പണി. കുറച്ച് കണൽ ഇതുപോലെ എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ, ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ ഒഴിച്ച് ഇതുപോലെ 2-3 മിനിറ്റ് വെക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ബട്ടർ ചിക്കൻ കറിക്ക്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ സൂത്രപ്പണി നിങ്ങൾക്ക് മന്തിയൊക്കെ കഴിക്കുന്നവർക്ക് ഈ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ചാർക്കോളിൻ്റെ ഈ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഈ ഒരു ബട്ടർ ചിക്കൻ കറി ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഭട്ടൂരേൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. നമുക്ക് ഭട്ടൂരേൻ്റെ കൂടെ കഴിക്കാം, പിന്നെ പൊറാട്ടേൻ്റെ കൂടെ, പിന്നെ പാലപ്പത്തിൻ്റെ കൂടെ, ഇതിൻ്റെ കൂടെയൊക്കെ നല്ല സൈഡ് ഡിഷായിട്ട് പോകുന്ന ഒരു ബട്ടർ ചിക്കൻ്റെ കറിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ബട്ടർ ചിക്കന്. അപ്പോൾ നിങ്ങളെല്ലാവരും ബട്ടർ ചിക്കൻ കറി ട്രൈ ചെയ്യുക, അഭിപ്രായമൊക്കെ അറിയിക്കുക. അപ്പോൾ എപ്പം പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.